ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും സെർജിയോ ബുസ്കറ്റ്സും ജോർഡി ആൽബയുമെല്ലാം ഉണ്ടായിട്ടും വലിയ തിരിച്ചടികളിലൂടെയാണ് ഇന്റർ മയാമി കടന്നുപോകുന്നത്. കോച്ച് ഹവിയർ മസ്ട്രാനോയുടെ തന്ത്രങ്ങളൊന്നും കളിക്കളത്തിൽ വിജയിക്കുന്നില്ല. അവസാന മത്സരത്തിൽ ഒർലാൻഡോ സിറ്റിയോട് എതിരില്ലാത്ത 3 ഗോളിനാണ് ഇന്റർ മയാമി തോറ്റത്. ഈ തോൽവിക്ക് പിന്നാലെ ഇന്റർ മയാമിയിലെ കരാർ പുതുക്കുന്നത് സംബന്ധിച്ച് മെസ്സി നൽകിയ പ്രതികരണമാണിപ്പോൾ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ച. തോൽവിയോടെ ഇന്റർ മയാമിയിൽ തുടരുന്നതിൽ മെസ്സി കൂടുതൽ അസംതൃപ്തനാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 7 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇന്റർ മയാമി വിജയിച്ചത്. ഒർലാൻഡോ സിറ്റിക്കെതിരെ ഓൺ ടാർഗറ്റിലേക്ക് മെസ്സിയിൽ നിന്ന് വന്നത് 2 ഷോട്ടുകൾ മാത്രം. മത്സരത്തിന് ശേഷം ഇന്റർ മയാമിയുമായുള്ള കരാർ പുതുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മെസ്സി പ്രതികരിച്ചത്. 2025 MLS സീസൺ അവസാനിക്കുന്നത് വരെയാണ് മെസ്സിയുടെ ഇന്റർ മയാമിയുമായുള്ള കരാർ. ഇന്റർ മയാമിയിലെ സഹതാരങ്ങളുടെ പ്രകടനത്തിൽ മെസ്സി തൃപ്തനല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മെസ്സിയുടെ നിലവാരത്തിനൊത്ത പ്രകടനം സഹതാരങ്ങളിൽ നിന്ന് വരാത്തതാണ് താരത്തെ പ്രകോപിപ്പിച്ചത്. ഇന്റർ മയാമിയുമായുള്ള കരാർ പുതുക്കിയില്ലെങ്കിൽ പിന്നെ മെസ്സി എവിടേക്ക് ചേക്കേറുമെന്ന ചോദ്യവും ഉയരുന്നു. എന്നാൽ അടുത്ത വർഷം ഫിഫ ലോകകപ്പിന് അമേരിക്കയും വേദിയാകാനിരിക്കെ മെസ്സിയെ ക്ലബിൽ നിന്ന് നിർത്തിയാൽ MLS-ന് ഗ്ലോബൽ പ്രൊഫൈൽ ഉയർത്താനാവും. ഇന്റർ മയാമിയുടെ ഫ്രീഡം പാർക്ക് 2026 തുറക്കുമെന്നതും മെസ്സിയെ ഇവിടെ തുടരാൻ പ്രേരിപ്പിച്ചേക്കാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.